ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ശയിക്കുന്നത് ഞാൻ എന്റെ കണ്ണിൽ കണ്ടാൽ, വ്യഭിചാര ആരോപണം നടത്തണമെങ്കിൽ 4 സാക്ഷികൾ വേണമെന്നല്ലേ ശരീഅത്തിന്റെ നിയമം? 4 സാക്ഷികൾ വേണം. എങ്ങനെ വേണം? വ്യഭിചാരം എന്താണോ സുറുമക്കുപ്പിയിൽ സുറുമക്കോല് പ്രവേശിക്കുന്നത് പോലെ എന്നൊരു ഉദാഹരണം തങ്ങൾ പറഞ്ഞു. എന്താണോ വ്യഭിചാരം അത് പച്ചയിൽ കണ്ണുകൊണ്ട് 4 സത്യസന്ധരായ മനുഷ്യർ കാണണം. ഒരാൾ കാണുന്നത് പോലെയാണ് അത്രേ അതിന്റെ ഒരു വീഡിയോ ടൈപ്പിംഗ്. ഒരാൾ കാണുന്ന സാക്ഷിയെ ഒരു വീഡിയോ ആകുന്നുള്ളൂ. 4 പേര് വേണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ 4 നല്ല മനുഷ്യന്മാർ പച്ചയിൽ കാണെ ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലപ്പെടാനും റജ്മ് ചെയ്യപ്പെടാനും, അതല്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമപ്രകാരം ദർബത്തിനും അവർ വിധേയമാക്കപ്പെടുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? ഇതുവരെ ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വ്യഭിചാരവും 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ കോടതിക്ക് മുമ്പിലെത്തിയിട്ടില്ല. ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ശരീഅത്ത് ഇത് പറഞ്ഞു എന്നറിയോ? സമൂഹത്തിൽ ഈ വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കരുത്. 2 ആള് കണ്ടു, മിണ്ടാൻ പാടില്ല. 3 ആള് കണ്ടു, അവര് 3 പേര് വന്ന് കോടതിയിൽ പരാതി പറഞ്ഞാൽ 80 ജൽദ, അവരുടെ പുറത്ത് 80 അടിയടിക്കപ്പെടുമെന്നാണ്. 4 സാക്ഷികളില്ലാതെ മിണ്ടാൻ പാടില്ല. ആ 4 സാക്ഷികൾ ഒരുത്തൻ കള്ളുകൂടിയാണെന്ന് വിചാരിക്കുക, തീർന്നു. പിന്നെ 3 ആളേ ഉള്ളൂ. 4 സത്യസന്ധന്മാർ എങ്ങനെ കാണണം? അവരൊരുമിച്ച് പോകുന്നത് കണ്ടു, അവര് റൂമിൽ നിന്ന് കയറിയിറങ്ങുന്നത് കണ്ടു. ഇതൊന്നും അതിന് തെളിവല്ലെന്നാണ്. അങ്ങനെ കാണപ്പെടുന്ന സംഭവങ്ങൾ എവിടുന്ന് കിട്ടാനാ? അതെ, എന്തിന് ശറഅ് പറയുന്നറിയോ? വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യരുത്. അതുകൊണ്ട് ഒരു പോസിറ്റീവായ കാര്യം കിട്ടുന്നില്ല, ആർക്കെങ്കിലും വല്ല ഉപകാരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മോശപ്പെട്ട ചിന്തകൾ തലയിൽ കയറുക എന്നതിനപ്പുറം, അതുകൊണ്ട് ശരീഅത്ത് ആ ചർച്ചയെ തന്നെ മൂടിവെക്കാൻ ശരീഅത്തെടുത്ത തീരുമാനമാണത്രേ ഈ 4 സാക്ഷികളുടെ വിഷയം. അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ല എന്നാണ്. സഅദ് തങ്ങൾ പറയാം, ആ ആയത്തിറങ്ങിയപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയേ, ഇത് എന്തോ ഒരു നിയമമാണ്. ഈ നിയമം അംഗീകരിക്കുന്നതിന് പ്രയാസമുണ്ടായതിന്റെ പേരിലല്ല. പക്ഷേ ഞാനൊന്നിതിന്റെ വസ്തുതയെ ഒന്ന് വിവരണം ചെയ്തോട്ടെ നബിയേ. അങ്ങൊന്ന് സങ്കല്പിക്കുക, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ വീട്ടിലെ പെണ്ണ് വ്യഭിചരിക്കുകയാണ് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ആ വിഷയം 3 സാക്ഷികളെ കൂടെ കൊണ്ടുവരാൻ ഞാൻ അവിടുന്ന് ഓടിച്ചെന്നിട്ട് 3 ആളെയും കൂടെ വലിച്ചു കൊണ്ടുവന്ന് അവരെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണോ നബിയേ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്? ഞാനത് നോക്കിയില്ലെങ്കിൽ എനിക്ക് അടികിട്ടുമെന്നല്ലേ ഈ പറയുന്നത്? എന്ത് ന്യായമാണ് നബിയേ ഇത് എങ്ങനെ സാധ്യമാകും എന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ബോധിപ്പിക്കുകയാണ്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്, വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഅദേ, 4 സാക്ഷികളില്ലാതെ നിങ്ങളിത് പറയുകയാണെങ്കിൽ ഹദ്ദുൻ ഫീ ളുഹ്രിക്, നിങ്ങളുടെ പുറത്ത് ചാട്ടവാറുകൊണ്ട് 80 അടി അടിക്കപ്പെടും, അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിലും. അപ്പൊ സഅദ് തങ്ങൾ പറഞ്ഞു, നബിയേ, എന്താണ് ഈ പറയുന്നത്? 4 സാക്ഷികൾക്ക് ഞാൻ എന്റെ ഭാര്യയുടെ ചീത്ത പ്രവൃത്തി കാണിച്ചു കൊടുക്കാൻ ഞാൻ പോവുകയാണോ ചെയ്യേണ്ടത്? അതല്ല ഞാൻ അവിടെ ഇടപെടുകയാണോ വേണ്ടത്? പുന്നാരി നബി തങ്ങൾ പറഞ്ഞു, സഅദേ, അള്ളാഹുവിന്റെ വഹി വരട്ടെ, എനിക്കതിൽ എന്റെ ഇഷ്ടം പറയാൻ കഴിയില്ല. അള്ളാഹു നിയമമിറക്കി തരട്ടെ, ഇവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്നു. നബി തങ്ങൾക്ക് വഹി വന്നു. സൂറത്തുന്നൂറിലെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെ ആയത്ത് വരെ, ആ 9-ാമത്തെ ആയത്ത് വരെ ഇറങ്ങുന്നത് ഈ ചോദ്യവും ഈ സംഭവവും നടന്നതിന്റെ പിന്നിലാണ്.
ആയത്തിന്റെ അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറയേണ്ടി വരുന്ന ചില ആളുകൾ, അത്തരം സാഹചര്യങ്ങൾ അവർ കണ്ണിൽ കണ്ടു, അല്ലെങ്കിൽ അവരതിന് സാക്ഷികളാണ്. വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അവർക്ക് അവരെന്ന ഒരാളല്ലാതെ മറ്റു സാക്ഷികൾ കൂടെ വിസ്തരിക്കാൻ അവർക്കില്ലതാനും, അവര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ഫശഹാദതു അഹദിഹിം, ഭാര്യയും ഭർത്താവും അള്ളാഹുവിന്റെ പേര് വെച്ച് അവിടെ സത്യം ചെയ്യുകയാണ് വേണ്ടത്. സാക്ഷിയില്ലല്ലോ. ഭാര്യയും ഭർത്താവും സത്യം ചെയ്യണം. അതിനാണ് ലിആൻ എന്ന് പറയുന്നത്. ലിആൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും ത്വലാഖ് സംഭവിച്ചു, രണ്ടുപേരും പിരിഞ്ഞു പോകണം, പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ലിആനിന്റെ നിയമം പറയുന്നു, ഫശഹാദതു അഹദിഹിം അർബഉ ശഹാദാതിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. 4 തവണ ഭർത്താവ് പറയണം, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടു. വല്ലാഹി 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 എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ നാമം വെച്ചുകൊണ്ട് 4 പ്രാവശ്യം സത്യം ചെയ്യണം. 5-ാമത്തേത് വൽ ഖാമിസത അന്ന ലഅനതല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയട്ടെ, എന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങട്ടെ എന്ന് ഭർത്താവ് 5 സാക്ഷ്യം പറയണം. ഇവിടെ 4 സാക്ഷികൾക്ക് പകരം 4 സാക്ഷ്യം ഇയാൾ പറയണം. 5-ാമത്തേത്, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാന്റെ ശാപം എന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയണം. ഇത് പറയുമ്പോൾ ഒരു പെണ്ണ് തന്റെ ഭാര്യ അത് സമ്മതിക്കുകയാണെങ്കിൽ ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടും. വയദറഉ അൻഹൽ അദാബ്, ആ പെണ്ണ് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടണം എന്ന് അവിടെ അവൾക്ക് തീരുമാനമുണ്ടെങ്കിൽ അവൾക്ക് പറയാം, അൻ തശ്ഹദ 4 ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാദിബീൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, വല്ലാഹി വല്ലാഹി എന്ന് 4 തവണ പറഞ്ഞ് എന്റെ ഭർത്താവ് പറയുന്നത് നുണയാണ് എന്നവൾ സത്യം ചെയ്ത് പറയണം. വൽ ഖാമിസത, 5-ാമത്തേത് അവൾ പറയണം, അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സ്വാദിഖീൻ. തന്റെ ഭർത്താവ് പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ എന്റെ മേൽ അള്ളാന്റെ കോപം ഇറങ്ങട്ടെ എന്നും അവൾ പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിക്ഷ നടപ്പാക്കപ്പെടാൻ ഒരു നിലക്കും സാധ്യമല്ല. ഹബീബിന്റെ മുമ്പിൽ ഈ വിഷയം വന്നു. ആ വിഷയം വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവൾ പ്രസവിക്കട്ടെ, അവൾ പ്രസവിച്ചു നോക്കട്ടെ. പ്രസവിച്ചു നോക്കിയിട്ട് ആ കുഞ്ഞിന്റെ കാല് വണ്ണമുള്ള ഉരുണ്ട കാലും ചുരുളൻ മുടിയും ഇരുണ്ട തവിട്ട് നിറമുള്ള സ്കിൻ കളറുമാണ് ആ കുഞ്ഞിന്റേതെങ്കിൽ ഈ പെണ്ണ് പറഞ്ഞത് നുണയാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തും. അല്ലെങ്കിൽ ഇവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഭർത്താവ് ആരോപണം ഉന്നയിച്ചു, പെണ്ണ് പറഞ്ഞു വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഹബീബിന്റെ മുമ്പിൽ. കുഞ്ഞ് ജനിച്ചു നോക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള സ്വഭാവം. കാരണം ആരെക്കുറിച്ചാണോ വ്യഭിചാരാരോപണം നടത്തിയത് ആ മനുഷ്യന്റെ ശരീരപ്രകൃതം അങ്ങനെയായിരുന്നു. പുണ്യനബി പറഞ്ഞു, അള്ളാന്റെ നിയമം ഈ ലോകത്ത് നടപ്പാക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ച ചില പരിധികളുണ്ട്. ആ പരിധിയിൽ എനിക്ക് ഇവളെ ശിക്ഷിക്കാൻ പറ്റൂല. ഞാൻ അറിയുന്ന തെളിവ് പ്രകാരം അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ അവൾ ലിആൻ എന്ന് പറയുന്ന ലഅനത്തുണ്ടാകട്ടെ, എന്റെ മേൽ അള്ളാന്റെ ഗളബും ദേഷ്യവും ഉണ്ടാകട്ടെ എന്ന് സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞതിനാൽ എനിക്കവളെ ശിക്ഷിക്കാൻ കഴിയില്ല. ബാക്കി ആഖിറത്തിലാണ് നടക്കുന്നത്. ദുന്യാവിൽ അവളുടെ മേൽ ശിക്ഷിക്കുക എനിക്ക് സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഹദീസിലേക്ക് വരാം. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന ബൈന റജുലി വംറഅതിഹി, ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഇടയിൽ ലിആനിന്റെ നിയമം നിബിധങ്ങൾ നടപ്പാക്കി. ഫൻസഫാ മിൻ വലദിഹാ, ഭർത്താവ് പറഞ്ഞു, നബിയേ, ആ പെണ്ണ് പ്രസവിക്കാൻ പോകുന്ന പെണ്ണ്, ആ കുഞ്ഞ് എന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞപ്പോ ഫഫറഖ ബൈനഹുമാ വഅൽഹഖൽ വലദ ബിൽ മർഅ, ആ കുഞ്ഞിനെ
പെണ്ണിനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയുകയും രണ്ടുപേരെയും എന്നേക്കുമായി പിരിച്ചു കളയുകയും ചെയ്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹുൽ ബുഖാരി വ മുസ്ലിം. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമുലുള്ള ഹദീസാണിത്. ആ കുഞ്ഞിന്റെ പിതൃത്വം പിതാവ് നിഷേധിക്കുകയാണെങ്കിൽ അതിനവിടെ തെളിവുമുണ്ടായിരുന്നു. പക്ഷേ പെണ്ണ് ഇങ്ങനെ സത്യം ചെയ്തതിന്റെ പേരിൽ അവളെ ശിക്ഷിക്കാൻ ദുന്യാവിൽ പിന്നെ പാടില്ല. ആ കുഞ്ഞിന്റെ പിതൃത്വം അയാൾ നിഷേധിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം പെണ്ണിനെ, ഉമ്മയെ നബി അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിച്ചുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ ഹദീസാണിത്. ലിആൻ നടക്കുകയാണെങ്കിൽ പോലും, ലിആൻ എന്നത് ലഅനത്ത് പറയുക എന്ന വാക്കിൽ നിന്നാണ് ലിആൻ എന്ന പ്രയോഗം. 4 സാക്ഷ്യം പറയുകയും അഞ്ചാമത്തേതിൽ അന്ന വൽ ഖാമിസത അന്ന ലഅനതല്ലാഹ്, അള്ളാന്റെ ലഅനത്ത് ഇറങ്ങട്ടെ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ലിആൻ എന്ന് പറയുന്നത്. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള നിയമമാണ്. ഭാര്യ ചെയ്ത ഒരു തെറ്റ് ഭർത്താവ് കാണുകയും 4 സാക്ഷികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ കോടതിക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് ലിആനിലൂടെയാണ്. അതുണ്ടായാൽ രണ്ടുപേരെയും വേർപെടുത്തുകയും കുഞ്ഞിന്റെ ഉത്തരവാദിത്വം അപ്പോഴും അതിൽപ്പെട്ട ഭർത്താവോ ഭാര്യയോ രണ്ടാൾ ഒരാൾ ഏറ്റെടുക്കൽ നിർബന്ധമാണ്. ഈ വിഷയത്തിൽ ഭർത്താവ് നിഷേധിച്ചതിന്റെ പേരിൽ ഭാര്യയെ അത് ഏൽപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.